ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ജൂലൈ മാസം ഒരുപാട് ചിത്രങ്ങൾ ഒറ്റിറ്റ് വഴി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ചിത്രങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമകളെക്കുറിച്ചും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഏകദേശം 10ഓളം സിനിമകളെക്കുറിച്ച് തന്നെ PDF പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള കുട്ടൻ്റെ ഷിൻഗാമി എന്ന് പറയുന്ന സിനിമയാണ്. മനോരമ മാക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ മദ്രാസ് മാറ്റിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ്. സത്യരാജ്, കാളി വെങ്കട്, രോഷിനി ഹരിപ്രിയൻ, ഷെഡ്രി നാബുകുമാർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് ആമസോൺ പ്രൈം വീഡിയോസ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി മദ്രാസ് മാറ്റിനി എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ അഭിഷേക് ബച്ചൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുള്ള കാരിദർ രപ്പട്ട എന്ന് പറയുന്ന ഹിന്ദി ചിത്രമാണ്. ഇപ്പോഴത്തെ ഈ സിനിമ സി5 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതോടൊപ്പം ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. വിമർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ പരമശിവം ഫാത്തിമ എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ചിത്രം ആഹാ തമിഴ്, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് തമിഴിൽ നിന്നും ഒരു ചിത്രം കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രജപുത്രൻ എന്നാണ് സിനിമയുടെ പേര്. പ്രഭു കേന്ദ്ര കഥാപാത്രത്തെ ചിത്രമായിരുന്നു രജപുത്രൻ എന്ന് പറയുന്ന സിനിമ. സിംപ്ലി സൗത്ത് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഡയറക്റ്റ് OTT റിലീസായിട്ട് OTT റിലീസ് നടത്തിയ ചിത്രം നോക്കുകയാണെങ്കിൽ കീർത്തി സുരേഷ് കേന്ദ്ര കഥാപാത്രത്തെ ഉപ്പു കാപ്പു രംബു എന്ന് പറയുന്ന തെലുങ്ക് സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോസ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ നമുക്ക് മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഒരു ചിത്രം കൂടി സർപ്രൈസ് ആയിട്ട് ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമലഹാസൻ, സിംബു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ മണിരത്നം അണിയിച്ചിരിക്കുക തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. കഴിഞ്ഞ മാസം തിയേറ്ററോടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പ പരാജയമായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോഴത്തെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തമിഴിന് പുറമെ നമുക്ക് മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് ഇന്നു മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങൾ OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെക്കുറിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ചിത്രം മൂൺവാക്ക് എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രത്തെ ചിത്രം വിനോദ് ആയിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഈ വരുന്ന ജൂലൈ മാസം 8-ാം തീയതി ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ ഇതിനോടൊപ്പം തന്നെ വമ്പ ഹിറ്റായിട്ട് മാറിയ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ നരിവേട്ട എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസിന് ഈ ഒരു വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലൈവ് സ്വന്തമാക്കിയിട്ടുണ്ട്. സോണി ലൈവ് OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന ജൂലൈ മാസം 11-ാം തീയതി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ട് നമുക്ക് നരിവേട്ട എന്ന് പറയുന്ന സിനിമ സോണി ലൈവ് വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ കാലമായിട്ട് കാത്തിരുന്ന ചിത്രങ്ങളായിരുന്നു രാജ് ജൂനിയർ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെന്ന നടികർ എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിനായിട്ട്. ഇപ്പോൾ ആ ചിത്രത്തിൽ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. സൈന പ്ലേ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ ഈ വരുന്ന ജൂലൈ മാസത്തിൽ തന്നെ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിക്കാൻ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിനായിട്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ ചിത്രങ്ങളൊന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം നടത്തിയ ബസൂക്ക. അതോടൊപ്പം തന്നെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ജൂലൈ മാസത്തിൽ തന്നെ ഈ സിനിമ C5 വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കണേ, ഗൗതം വാസുദേവൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന് പറയുന്ന സിനിമ. ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കി നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഡേറ്റ് കൺഫേം ആയിട്ട് പുറത്തു വന്നിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് ജൂലൈ മാസത്തിൽ തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഈ കഴിഞ്ഞ മാസം തിയേറ്ററോട്ടെത്തിയ റോന്ത് എന്ന് പറയുന്ന സിനിമ. ദിലീഷ് പോത്തൻ, റോഷൻ മാത്യു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ്, മനോരമ മാക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ജൂലൈ മാസം പകുതിക്ക് ശേഷം ഈ സിനിമ കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ അനശ്വരരാജൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു കഴിഞ്ഞ മാസം തിയേറ്ററോട്ടെത്തിയ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറയുന്ന സിനിമ. മികച്ച കോമഡി എന്റർടൈനർ ആയിട്ട് മാറിയ ചിത്രം ഒരു ആവറേജ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഹോട്ട്സ്റ്റാർ ഈ വരുന്ന ജൂലൈ മാസം പകുതിക്ക് ശേഷം ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ലഭ്യമായിരിക്കുന്നത്. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സിനിമയുടെ അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.